ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. സോ നമുക്കറിയാം നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ എക്സാം തൊട്ടടുത്ത് തന്നെയാണ്. സോ ഈ ഒരു എക്സാമിലേക്ക് മോസ്റ്റ് റിപ്പീറ്റഡ്ലി നമുക്ക് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. നമുക്ക് നോക്കാം, നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന അല്ലെങ്കിൽ വളരെ ഷുവർ ആയിട്ടൊക്കെ നമ്മുടെ എക്സാമിന് ചോദിച്ച് കാണാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഇൻഡിവിജ്വലി തന്നെ നോക്കാം. സോ അതിൽ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഇമെയിൽ എന്നുള്ളതാണ്. അല്ലെ, ഇമെയിൽ യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത്. നമുക്ക് നോക്കാം. ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് മെയിലിംഗ് സിസ്റ്റം ആണ്. അല്ലെ, കുറച്ചും കൂടി സ്പീഡാണ്, അതുപോലെ തന്നെ വളരെ ചീപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഇമെയിൽ എന്ന് പറയുന്നത്. യു ക്യാൻ സെൻഡ് എ മെസ്സേജ് ടു എ മൾട്ടിപ്പിൾ പീപ്പിൾ ആസ് എൻ ഇമെയിൽ. അല്ലേ, ഒരു മെസ്സേജ് തന്നെ മൾട്ടിപ്പിൾ പീപ്പിൾസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അയക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ സേവ് ഇൻകമിംഗ് മെസ്സേജസ് ഇൻ അവർ കമ്പ്യൂട്ടർ. ഇൻകമിംഗ് മെസ്സേജുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ദിസ് റെഡ്യൂസസ് ദ പേപ്പർ വേസ്റ്റേജ് ഇത് കംപ്ലീറ്റ്ലി എന്താക്കുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. യു ക്യാൻ ആക്സസ് യുവർ മെയിൽ ബോക്സ് എനി ടൈം എനിവർ. അതുപോലെ തന്നെ നമ്മൾ പേപ്പേഴ്സ് കൊണ്ട് നടക്കുന്ന പോലെയല്ല, എനി ടൈം എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ബൈ ഡിജിറ്റൽ സർട്ടിഫിക്കേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നീട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സോഷ്യൽ മീഡിയ ആണ്. അല്ലെ, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പൊതുവെ ഒരു ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അഥവാ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. നിങ്ങൾ മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിലാദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇന്റർനെറ്റ് ഫോറം എന്ന് പറയുന്നത്. അല്ലെ, ഇറ്റ് ഈസ് എ സിസ്റ്റം അവൈലബിൾ ഓൺ ദ ഇന്റർനെറ്റ് ഫോർ ഡിസ്കഷിങ്. അല്ലെ, സോഷ്യൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇതുപോലെ ഏതൊരു കാര്യവും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആണ് എന്ത് എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് ഫോറം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നതാണ് സോഷ്യൽ ബ്ലോഗ്സ് എന്ന് പറയുന്നത്. സോഷ്യൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫോർ ഡിസ്കസിങ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ മുകളിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം, ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുക. ഇതിനാണ് നമ്മൾ സോഷ്യൽ ബ്ലോഗ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു മിനി വേർഷൻ അഥവാ ഷോർട്ട് മെസ്സേജിങ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോ ബ്ലോഗ്സ്. നമുക്ക് ട്വിറ്ററൊക്കെ മൈക്രോ ബ്ലോഗിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് പറയുന്നതാണ് വിക്കീസ് ഓർ വിക്കിപീഡിയ. വി ക്യാൻ പബ്ലിഷ് അവർ ഓൺ തോട്ട്സ് ഓൺ വേരിയസ് ടോപ്പിക്സ്. അല്ലെ, നമുക്ക് ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാനും നമ്മുടെ ഓൺ ടോപ്പിക്കുകൾ അത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, അതാണ് വിക്കീസ് അല്ലെങ്കിൽ നമ്മുടെ വിക്കിപീഡിയ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നതാണ് സോഷ്യൽ നെറ്റ്വർക്ക്. വി ക്യാൻ പോസ്റ്റ് അവർ ഓൺ തോട്ട്സ് ആൻഡ് സീ ദ പോസ്റ്റ്. അല്ലെ, നമുക്ക് മെസ്സേജ് അയക്കാനും പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ പോലുള്ള കമ്മ്യൂണിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ കണ്ടന്റ് കമ്മ്യൂണിറ്റി. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്, കണ്ടന്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ അഥവാ റിലേറ്റഡ് ആയിട്ടുള്ള, ചിലപ്പം ഫുഡ് ആവാം, ചിലപ്പം ട്രാവൽ ആവാം, ഇങ്ങനെ എഡ്യൂക്കേഷൻ ആവും, റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ഒരു ഫെസിലിറ്റി, അതാണ് എന്ത് എന്ന് പറയുന്നത്, കണ്ടന്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ലിസ്റ്റ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ ചൈൽഡ്. ഗൈഡഡ് മീഡിയയിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞാൽ വയേർഡ് കണക്ഷനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ഗൈഡഡ് മീഡിയ എന്ന് വിളിക്കുന്നത്. അല്ലെ, വയർ ഉപയോഗിച്ച് വരുന്ന കണക്ഷൻ അഥവാ ഗൈഡഡ് മീഡിയ. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ പറയുന്നതാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് പറയുന്നത്. അല്ലെ, ദീസ് ആർ എ ടൈപ്പ് ഓഫ് പെയർസ് അഥവാ പെയർ ഓഫ് 2, 3, 4 സെറ്റ് ഓഫ് വരുന്ന പെയർ ഓഫ് കേബിൾസിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിൾ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും വരുന്നുണ്ട്, അതുപോലെ തന്നെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും വരുന്നുണ്ട്. ഷീൽഡഡ് എന്ന് പറയുമ്പോൾ ഓരോ സെറ്റ് ഓഫ് വയേഴ്സിന് പുറത്തും ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ വരാണെങ്കിൽ അത് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ്. ഇനി ആ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയുന്നത് കോ ആക്സിയൽ കേബിൾസ് ആണ്. അല്ലെ, എന്താണ് കോ ആക്സിയൽ കേബിൾസ് എന്ന് പറയുന്നത്? ഇവിടെ കോപ്പർ വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. തിക്ക് കോപ്പർ വയർ ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ സിംഗിൾ മെറ്റാലിക് കോർ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇറ്റ് ഈസ് അഗെയിൻ കണ്ടക്ടർ ഒക്കെ വെച്ചിട്ട് 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കേബിൾസ്. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, കോ ആക്സിയൽ കേബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് വരുന്ന ഒരു കേബിളാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് എന്ന് പറയുന്നത്. അല്ലെ, അഥവാ ഇവിടെ ഗ്ലാസ് റോഡുകളാണ്. അല്ലെ, കോപ്പറിനൊക്കെ പകരമായിട്ട് ഗ്ലാസ് റോഡുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ലേസർ ലൈറ്റോ LED ഡയോഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് സിഗ്നൽ, ഏറ്റവും ഫാസ്റ്റസ്റ്റ് സിഗ്നൽ ആയിട്ടുള്ള ലൈറ്റ് സിഗ്നലാണ് ഇവിടെ പാസ് ചെയ്യുന്നത്, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൽ നമുക്ക് പാസ് ചെയ്യുന്നത്. സോ ഈ 3 എണ്ണമാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഗൈഡഡ് വേയിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് കേബിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്
ഡിഫൈൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ ബേസിക് എലമെന്റ്സ് ഓഫ് ബിൽഡിംഗ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. രണ്ടാളുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ഐഡിയ, ഫാക്ട്സ്, ഫിഗേഴ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ളത് 5 എലമെന്റുകളാണ്. ഒന്ന്, അയക്കാനുള്ള ഒരു മെസ്സേജ് വേണം. രണ്ടാമതായിട്ട് ആ മെസ്സേജ് അയക്കാൻ ഒരു സെൻഡർ വേണം. അതുപോലെ തന്നെ അത് റിസീവ് ചെയ്യാൻ ഒരു റിസീവർ വേണം. ഇത് അയക്കാനുള്ള ഒരു മീഡിയം, ഒരു സെൻറ്റർ ഓഫ് മീഡിയം വേണം. ആൻഡ് അതുപോലെ തന്നെ ഒരു പ്രോട്ടോകോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്മ്യൂണിക്കേഷൻ ഈസിലി പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇ വേസ്റ്റ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആൻഡ് വാട്ട് ഈസ് എ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നതാണ് അല്ലേ. എന്താണ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് ആണ് അല്ലേ, ഓർ ദ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ദാറ്റ് ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഓർ ആർ സച്ച് ഡാമേജ്ഡ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ. നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ആയിട്ടുള്ളതോ ഡാമേജ്ഡ് ആയിട്ടോ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടായിട്ടുള്ള ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസും എന്താണ് മക്കളെ, ഇ വേസ്റ്റ് ആണ് എന്നുള്ളതാണ് അല്ലേ. ഇ വേസ്റ്റ് കുറയ്ക്കാൻ നമുക്കുള്ള മെഷേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, റീയൂസ് ചെയ്യുക. രണ്ടാമത്തത് ഇൻസിനറേഷൻ, അതിനെ കത്തിച്ച് കളയുക. മൂന്നാമത്തത് റീസൈക്കിൾ ചെയ്യുക. നാലാമത്തത് ലാൻഡ് ഫില്ലിംഗ്, വലിയ പിറ്റ് കുഴിച്ചിട്ട് അതിൽ ഇതൊന്നായിട്ട് കുഴിച്ചു മൂടുന്ന ഒരു മെഷറാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ് അല്ലേ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എക്കോ ഫ്രണ്ട്ലി രീതിയിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗിൽ 4 മെഷേഴ്സാണ് വരുന്നത്. ഗ്രീൻ ഡിസൈനിങ്, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസിങ് ആൻഡ് ഗ്രീൻ ഡിസ്പോസിങ്. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഡിസൈൻ ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും ഡിസ്പോസ് ചെയ്യുന്നതും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി രീതിയിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കും. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കപ്പെടാത്തതാണ്. സോ മാക്സിമം ശ്രദ്ധിച്ച് പഠിക്കാം. പിന്നീട് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം. അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ. എന്തൊക്കെയാണ് അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമുക്കറിയാം, ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് എ ഇൻസ്ട്രക്ഷൻ ടു ആക്സെപ്റ്റ് അല്ലേ. ഇത് സ്റ്റാർട്ട് വെച്ച് തുടങ്ങുകയും സ്റ്റോപ്പ് വെച്ച് എൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഷുഡ് ഇൻസ്ട്രക്ഷൻ ടു ആക്സെപ്റ്റ് ഇൻപുട്ട്. ഇൻപുട്ടുകൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു അൽഗോരിതം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എവറി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രോസൈസ് ആൻഡ് ക്ലിയർ, അഥവാ ഷോർട്ടും ക്ലിയറും ആയിരിക്കണം എന്നുള്ളതാണ്. ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി എക്സിക്യൂട്ടബിൾ, എക്സിക്യൂട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതായിരിക്കണം. ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി സംതിങ് എ പേഴ്സൺ ക്യാൻ ഡു വിത്ത് എ പേപ്പർ ആൻഡ് പെൻസിൽ അല്ലേ. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന, പേപ്പർ ആൻഡ് പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. ആൻഡ് ദ ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ, ഈ ഇൻസ്ട്രക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദ ഡിസൈഡ് ഔട്ട്പുട്ട്, നമുക്ക് ആവശ്യമായ ഔട്ട്പുട്ട് എന്താണോ ഇത് കിട്ടിയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ, ഒരു അൽഗോരിതമായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ് അല്ലേ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. സോ ഇത്രയൊക്കെയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് റിപ്പീറ്റഡിൽ ചോദിച്ചിട്ടുള്ള, നിങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പഠിക്കുക. നമ്മുടെ ബാക്കി വീഡിയോസും നമ്മുടെ ചാനലിൽ കാണാം. ലൈവുകളിൽ മാക്സിമം ജോയിൻ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.